സകല അനീതിക്കും അധർമ്മത്തിനുമെതിരെ പോരാടി വിജയം വരിച്ചവനായ മിശിഹായെയാണ് അവരവിടെ കാണുന്നത്. എന്നാൽ ഇവിടെ വ്യത്യസ്തമാണ്. ഭൗമിക രാജാവായി ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന കാഴ്ചകൾ. എന്നാൽ ഈ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ക്രിസ്തു പറയുന്നതിലൂടെ ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു മാതൃകാ വ്യതിയാനം വീണ്ടും അവിടെ ഉണ്ടാവുകയാണ്. ജനം രാജാവായി സ്വീകരിച്ചുകൊണ്ട് രാജ്യത്വത്തിൻ്റെ സകല മഹിമകളും കൊടുക്കുവാൻ അവർ തയ്യാറാകുമ്പോൾ ഇവിടെ മറിച്ച് എൻ്റെ സിംഹാസനം കുരിശും എൻ്റെ കിരീടം മുൾമുടിയും അഭിഷേക തൈലം സ്വന്തം രക്തവുമാണെന്നുള്ള സൂചനയുമാണ് യഥാർത്ഥത്തിൽ യെരൂശലേം ദേവാലയ പ്രവേശനത്തിലൂടെ തന്നെ പെസഹ കുഞ്ഞാട് താനാണെന്നുള്ള പ്രതീകാത്മകമായ കാര്യവും വ്യക്തമാക്കിക്കൊണ്ട് ക്രിസ്തു ഇവിടെ പ്രഖ്യാപിക്കുന്നത്. പ്രിയമുള്ളവർ, കുഞ്ഞാടായ ക്രിസ്തു ബലിയും ബലിവസ്തുവും അതിൻ്റെ പുരോഹിതനുമായി മാറ്റപ്പെട്ട് ബലിപീഠം തേടിയുള്ള യാത്രയായ ഓശാന പെരുന്നാളിനെ നാം ഒന്ന് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എത്രമാത്രം ഈ പീഠാനുഭവ വാരത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച എൻ്റെ വേദനകളും പീഡകളും നിശ്ചയമായിട്ടും ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ഈ പരിശുദ്ധ സഭയെ എന്നുള്ളതിൽ എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. പരാജയങ്ങളിൽ ഒന്നും തകർന്നടിയാതെ പരാജയങ്ങളിലെല്ലാം വിജയമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശുദ്ധ സഭയാണ് നമ്മൾ. പരാജയമെന്ന് പറയുന്ന നഷ്ടമെന്ന് പറയുന്നതുമൊക്കെ ലോകത്തിനടുത്ത നഷ്ടവും പരാജയങ്ങളും ഒക്കെ തന്നെയാണ്. എന്നാൽ ദൈവത്തെ നോക്കി സഞ്ചരിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും ലോകത്തിൻ്റെതായ നഷ്ടങ്ങളും കോട്ടങ്ങളും ഒന്നും ഒരിക്കലും നഷ്ടമായിട്ട് ഭവിക്കുകയില്ല. അതാണ് ക്രിസ്തു മാർഗം എന്ന് പറയുന്ന ക്രിസ്തീയമായ ചിന്താഗതികൾ നാം സ്വീകരിക്കണം. ആ നിലയിൽ നോക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ സഭയെ ദൈവം മുന്നോട്ട് നയിക്കുന്നു. ആ പാതയിലൂടെ നമുക്കും മുന്നേറാം. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ പരിശുദ്ധ സഭയോടുകൂടിയും ബലഹീനനായ നമ്മുടെ ശുശ്രൂഷയോടുകൂടിയും എല്ലാ കാലത്തും ഉണ്ടായിരിക്കുവാൻ നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു.